ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നിത്യസ്നേഹത്താൽ, മാറ്റമില്ലാത്ത അചഞ്ചലമായ സ്നേഹത്താൽ നമ്മെ പൊതിയുന്ന കർത്താവിൻ്റെ കാരുണ്യത്തെ ഏറ്റുപറയാം. ഒരുമിച്ച് കുരിശ് വരയ്ക്കാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. അമ്മയേകിടും സ്നേഹത്തേക്കാൾ ലോകം നൽകിടും സ്നേഹത്തേക്കാൾ അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ. അങ്ങിൽ ചേർന്നെന്നും ജീവിക്കും ഞാൻ, സത്യസാക്ഷിയായി ജീവിക്കും ഞാൻ. നിയമാവർത്തന പുസ്തകം 7-ാം അധ്യായം 9-ാം വാക്യം. ഡ്യൂട്രോണമി ചാപ്റ്റർ 7 വേഴ്സ് 9. അതിനാൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ദൈവം. തന്നെ സ്നേഹിക്കുകയും തൻ്റെ കൽപ്പന പാലിക്കുകയും ചെയ്യുന്നവനോട് 1000 തലമുറകൾ വരെ ഉടമ്പടി പാലിക്കുകയും അചഞ്ചലമായ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന വിശ്വസ്തനായ ദൈവം. നമ്മുടെ ദൈവം ഉടമ്പടിയിൽ വിശ്വസ്തൻ, അചഞ്ചലമായ സ്നേഹം തലമുറകളോളം ചൊരിയുന്നവൻ. നിത്യസ്നേഹത്താൽ, മാറ്റമില്ലാത്ത സ്നേഹത്താൽ എന്നെ സ്നേഹിച്ചവൻ. നിത്യരക്ഷ, ഇറ്റേണൽ സാൽവേഷൻ എനിക്ക് നൽകിയവൻ. കർത്താവിനെ ഏറ്റുപറയാം നമുക്ക് ഈ ദിവസം. മോശ ഈ വചനത്തിലൂടെ, നിയമാവർത്തന പുസ്തകം 7-ാം അധ്യായം 9-ാം വാക്യത്തിലൂടെ ജനത്തിന് ഉറപ്പ് നൽകുകയാണ്. ദൈവത്തിൻ്റെ വിശ്വസ്തത മാറ്റമില്ലാത്തതാണ്. സാഹചര്യങ്ങൾക്കനുസരിച്ച് കർത്താവ് വിശ്വസ്തതയിൽ മാറ്റം വരുത്തില്ല, ഉടമ്പടിയിൽ മാറ്റം വരുത്തില്ല. ഉടമ്പടി നിലനിൽക്കുന്നത് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത സ്നേഹത്തിലാണെന്ന് തിരിച്ചറിയാം. മനുഷ്യൻ്റെ സ്നേഹം തോറ്റുപോകും, മനുഷ്യൻ്റെ വിശ്വസ്തത വീഴ്ച വരും, മനുഷ്യൻ്റെ ഉടമ്പടി മനുഷ്യൻ ലംഘിച്ചു കളയും. പക്ഷേ ദൈവം എന്നും ഈ ഉടമ്പടിയിൽ, ഈ സ്നേഹത്തിൽ വിശ്വസ്തനാണ്. ഈ നോമ്പുകാലം കർത്താവിൻ്റെ വിശ്വസ്തതയെ ധ്യാനിക്കേണ്ട കാലമാണ്. ആ വിശ്വസ്തതയാണ് കുരിശിൽ നമ്മൾ കാണുന്നത്. ഒരാൾ പോലും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ രക്തം കൊണ്ട് അവൻ ഉടമ്പടി ഉറപ്പിച്ച സ്ഥലമാണ് കുരിശ്. കർത്താവിൻ്റെ സ്നേഹത്തെ നമുക്ക് ധ്യാനിക്കാം. കർത്താവിനോട് നമ്മൾ ചെയ്ത വാഗ്ദാനത്തിൽ നിന്ന്, മാമോദീസായിൽ പിശാചിനെ, അവൻ്റെ ആഡംബരങ്ങളെ ഉപേക്ഷിച്ച് കർത്താവിനെ പുൽകുന്ന നമ്മൾ ആ വാഗ്ദാനത്തിൽ വരുത്തിയ വീഴ്ചയോർത്ത് അനുഭവിക്കാം. തലമുറകളെ അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ കാരുണ്യത്തെ ഏറ്റുപറയാം. മുൻ തലമുറയുടെ പ്രാർത്ഥനയുടെ, വിശുദ്ധിയുടെ പങ്കാണ് നമ്മൾ അനുഭവിക്കുന്നതെന്ന് തിരിച്ചറിയാം. പൂർവിക തലമുറയോട് കർത്താവ് കാണിച്ച സ്നേഹം നമ്മളിലേക്ക് ഒഴുകിയെത്തുകയാണ്. ഇന്ന് നമ്മൾ കർത്താവിനോട് കാണിക്കുന്ന വിശ്വസ്തത
ഇനി വരുന്നൊരു തലമുറയ്ക്ക് അനുഗ്രഹമാകാനുള്ളതാണെന്നും തിരിച്ചറിയാം. അഗസ്തിനോസ് പുണ്യാളൻ പറയുന്നു, ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ ഈവൻ വെൻ വി ആർ നോട്ട്. കർത്താവ് വിശ്വസ്തനാണ് നമ്മൾ വിശ്വസ്തരല്ലാത്തപ്പോഴും. കർത്താവിൻ്റെ കാരുണ്യമാണ് നമ്മുടെ ഉറപ്പ്. നമ്മളെ തന്നെ കർത്താവിന് വിട്ടുകൊടുക്കാം, പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമായ ഈശോ മിശിഹായേ, തലമുറകളെ അനുഗ്രഹിക്കുന്ന നാഥ, അചഞ്ചലമായ സ്നേഹത്താൽ ഞങ്ങളെ പൊതിയുന്ന കാരുണ്യമേ, ഞങ്ങളുടെ അവിശ്വസ്തതയെ, ഞങ്ങളുടെ വീഴ്ചകളെ കാര്യമായിട്ടെടുക്കരുതേ. നിന്റെ കരുണയാലെ, നിന്റെ അലിവിനാലെ ഞങ്ങളെ വീണ്ടെടുക്കണമേ. ഈ ദിവസത്തിൻ്റെ മുഴുവൻ വ്യാപാരങ്ങളെയും ഈശോയ്ക്ക് വിട്ടുകൊടുത്ത് ദിവസത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എക്കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.